ഈശോ പഠിപ്പിച്ച പ്രാർത്ഥനയാണ്. പ്രാർത്ഥനയുടെ ഉദാത്ത മാതൃകയായിട്ട് ഈശോ തന്നെ നമ്മളെ പഠിപ്പിക്കുന്ന അതിമനോഹരമായ പ്രാർത്ഥനയാണ്. അതിൻ്റെ വ്യാഖ്യാനം എത്ര വ്യാഖ്യാനിച്ചാലും തീരാത്ത ഒരു മനോഹരമായ പ്രാർത്ഥന. നമുക്കതിൽ ഒരു ചിന്ത മാത്രമേ നൽകുക. ഈശോ പറയാണ്, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. നമ്മളവർ ആ പ്രാർത്ഥന അതിൽ തന്നെ ഒരു വിധി പ്രസ്താവമാണ്. നമ്മൾ കർത്താവിനോട് പറയുകയാണ്, കർത്താവേ, ഞങ്ങൾ ക്ഷമിച്ചാൽ മാത്രം നീ ഞങ്ങളോട് ക്ഷമിച്ചാൽ മതി. അപ്പം നമ്മൾ ക്ഷമിക്കാതിരിക്കുമ്പോൾ എപ്പോഴും ഈ പ്രാർത്ഥന നമുക്കെതിരെ ഒരു വലിയ വിധിയായിട്ട് നിൽക്കുകയാണ്. നമ്മൾ ക്ഷമിച്ചില്ലെങ്കിൽ നമ്മളോട് ക്ഷമിക്കേണ്ട എന്നാണ് സ്വർഗസ്ഥനായ പിതാവ് എന്ന പ്രാർത്ഥനയിൽ നമ്മൾ തമ്മിലാണ് പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് തന്നെ ക്ഷമ എത്ര വലിയ ഒരു കാര്യമാണ് എന്ന് നമുക്ക് ഓർത്തെടുക്കാം. തമ്പുരാൻ പൂർണ്ണമായിട്ടും എല്ലാവരോടും ക്ഷമിക്കാൻ നമ്മളോട് ആവശ്യപ്പെടുന്നു, ഈ പ്രാർത്ഥനയിലൂടെ പ്രത്യേകിച്ച്. ആമേൻ.